ജിയോമി ഹിമജിമയുടെ കഥ വളരെ ദുരന്തപൂർണമാണ്. ചെറുപ്പത്തിൽ തന്നെ അന്ധനായ അദ്ദേഹത്തിന് ഡീമൺ സ്ലെയർ കോർപ്സിൻ്റെ സ്റ്റോൺ ഹാഷർ ആകുന്നതിനു മുൻപ് കഠിനമായ അനുഭവങ്ങളിലൂടെ കടന്നുപോകേണ്ടി വന്നു. അനാഥനായി തീർന്ന ബാല്യം. ജിയോമി ഹിമജിമ ജനിച്ചത് ഹിനോഡെ പർവ്വതത്തിലെ ഹിമജിമ ഗോത്രത്തിലാണ്. ജനന സമയത്ത് അമ്മ മരിക്കുകയും ഏതാനും വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തതോടെ ജിയോമി അനാഥനായി. ചെറുപ്പത്തിൽ തന്നെ ഉയർന്ന പനി കാരണം അദ്ദേഹത്തിന് കാഴ്ച നഷ്ടപ്പെട്ടു. എങ്കിലും കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ ചുറ്റുമുള്ള ശബ്ദങ്ങളും കാര്യങ്ങളും ഗ്രഹിക്കാൻ അദ്ദേഹത്തിന് അസാമാന്യ കഴിവ് ലഭിച്ചു. ഈ കഴിവുകൾ കാരണം സ്വന്തം ഗ്രാമത്തിലുള്ളവർ അദ്ദേഹത്തെ ഭയക്കുകയും അകറ്റി നിർത്തുകയും ചെയ്തു. അനാഥ കുട്ടികളുടെ സംരക്ഷകൻ. മുതിർന്നപ്പോൾ ഒരു ബുദ്ധ സന്യാസിയായി മാറിയ ജിയോമി ഒരു ക്ഷേത്രത്തിൽ 9 അനാഥ കുട്ടികളെ സംരക്ഷിച്ചു. അവരെ സ്വന്തം കുടുംബമായി കരുതി. കുട്ടികൾക്ക് ഭക്ഷണം നൽകാൻ പലപ്പോഴും അദ്ദേഹം സ്വന്തം വിശപ്പ് പോലും സഹിച്ചു. ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്ത് ഡീമന്മാരുടെ ആക്രമണം പതിവായിരുന്നു. അതിനാൽ രാത്രിയിൽ ഡീമന്മാരെ അകറ്റാൻ ജിയോമി വിസ്റ്റീരിയ പൂക്കളുടെ ധൂപം കത്തിക്കാറുണ്ടായിരുന്നു. വിശ്വാസവഞ്ചനയും ദുരന്തവും. ഒരു രാത്രി കുട്ടികളിൽ ഒരാൾ നിയമം ലംഘിച്ച് ക്ഷേത്രത്തിന് പുറത്തേക്ക് പോയി. ഒരു ഡീമൻ പിടികൂടിയപ്പോൾ കുട്ടി തൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൂട്ടുകാരുടെയും ജിയോമിയുടെയും സ്ഥാനം ഡീമന് കാണിച്ചു കൊടുത്തു. ഡീമൻ ക്ഷേത്രത്തിൽ കിടക്കാൻ സൗകര്യമൊരുക്കാൻ ആ കുട്ടി വിസ്റ്റീരിയ പൂവിൻ്റെ ധൂപം അണച്ചു. ഡീമന്റെ ആക്രമണത്തിനാൽ 4 കുട്ടികൾ തൽക്ഷണം കൊല്ലപ്പെട്ടു. ബാക്കിയുള്ള കുട്ടികൾ ഭയന്ന് ജിയോമിയുടെ നിർദ്ദേശം അവഗണിച്ച് ഓടിപ്പോയി. അവരുടെ കാഴ്ചക്കുറവിലും ബലഹീനതയായാലും അവർക്ക് വിശ്വാസമുണ്ടായിരുന്നില്ല. അങ്ങനെ ഓടിപ്പോയ 3 കുട്ടികളും കൊല്ലപ്പെട്ടു. സായോ എന്ന ഒരു 4 വയസ്സുകാരി മാത്രമാണ് രക്ഷപ്പെട്ടത്. അനീതിയും ശിക്ഷയും. ഡീമനുമായി ജിയോമി ധീരമായി പോരാടി. സൂര്യൻ ഉദിച്ചപ്പോൾ ആ ഡീമൻ ഇല്ലാതെയായി. എന്നാൽ സ്ഥലത്തെത്തിയ ഗ്രാമീണർക്ക് സംഭവം മനസ്സിലായില്ല. കുട്ടികളെ കൊന്നത് ജിയോമി ആണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. തുടർന്ന് ജിയോമി 7 കുട്ടികളെ കൊന്ന കുറ്റത്തിന് ജയിലിലടച്ചു. അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. ഡീമൺ സ്ലെയർ കോർപ്സ് നേതാവായ കാഗയ ഉബുയോഷക്കി സംഭവത്തിൽ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷിച്ചത്. ഹാഷിറയുടെ ജനനം. ഈ ദുരന്തം ജിയോമിയുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ കഴിയാത്തതിൽ അദ്ദേഹം സ്വയം പഴിച്ചു. പിന്നീട് കാഗയ ഉബുയോഷക്കിയുടെ കീഴിൽ പരിശീലനം നേടിയ അദ്ദേഹം ഡീമൺ സ്ലെയർ കോർപ്സിൽ ചേർന്നു. 2 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം സ്റ്റോൺ ഹാഷിറയായി മാറി. അങ്ങനെ ഏറ്റവും ശക്തനായ ഹാഷിറകളിൽ ഒരാളായി അദ്ദേഹം മാറി. ഈ കഠിനമായ ഭൂതകാലമാണ് ജിയോമിയുടെ കണ്ണുകളിൽ എപ്പോഴും നീരുറവയായി നിൽക്കുന്നതിൻ്റെ കാരണം. അദ്ദേഹത്തിൻ്റെ ശാന്തമായ സ്വഭാവത്തിനും ഭക്തമായ മനോഭാവത്തിനും പിന്നിൽ ആഴത്തിലുള്ള ദുരന്തങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്.